ഒരുപക്ഷെ നമ്മളെല്ലാവരും മറന്നു തുടങ്ങിയ പഴമയുടെ രുചിയുള്ള നാടൻ പലഹാരം അലവാങ്ക്. അതിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ്: 5 തണ്ട് കറിവേപ്പില, 4 ചെറിയ സവാള, 2 ചെറിയ പീസ് ഉണക്കത്തേങ്ങ, കൂടാതെ 5 പച്ചമുളക്, 3 ഇഞ്ച്, ഉദ്ദേശം 3 ഇഞ്ച് നീളം വരുന്ന ഇഞ്ചി. ഇവയെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ആദ്യം തന്നെ സവാള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. സവാള ചോപ്പ് ചെയ്തിടുന്നതിന് പകരമായി കൊത്തി അരിഞ്ഞാണ് ഇടുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഈ അലവാങ്കിനുണ്ടാവും കേട്ടോ. ശേഷം ഇതിലേക്ക് കറിവേപ്പില ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ചേരുവകളും ഇതേപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അത്രയും ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് മാവാണ് കേട്ടോ. അത് നമ്മളിവിടെ 150 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം വേണമെന്ന് ആദ്യമേ നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പിന്നീട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഏതാണ്ട് 1/2 ടീസ്പൂണോളം ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്ത അവസരത്തിൽ മാവ് തികയാതെ വന്നതുകൊണ്ട് നമ്മളിവിടെ 1 കപ്പ്, അതായത് 150 ഗ്രാം ഗോതമ്പ് പൊടി കൂടി ചേർത്ത് ഇളക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ 300 ഗ്രാം ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടിപ്പോകരുത്. അങ്ങനെയെങ്കിൽ നമുക്കിത് ഉരുട്ടാനും കയ്യിൽ വെച്ച് പരത്തിയെടുക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അല്പാൽപമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം മാവ് ഇതേ രീതിയിൽ കുഴച്ച് റെഡിയാക്കി വെക്കാൻ. അങ്ങനെ അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും മാവ് കയ്യിലെടുക്കുന്നതിന് മുൻപായി കൈ ഒന്ന് നനയ്ക്കുക, അല്ലെങ്കിൽ മാവ് കയ്യിലൊട്ടാനുള്ള സാധ്യതയുണ്ട്. ശേഷം ചെറിയ നനവോടുകൂടി മാവ് കുറേശ്ശെ കയ്യിലെടുത്ത് ഇടത് കൈവെള്ളയിൽ വെച്ച് ഒരല്പം നൈസായിട്ട് പരത്തി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരേ സമയം 3 അലവാങ്കാണ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് എണ്ണയുടെ ലഭ്യതയ്ക്ക് അനുസരിച്ചും എണ്ണയിൽ നിൽക്കത്തക്ക രീതിയിലുമാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 3 തവണകളിലായി മാവ് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടവിട്ട് ഇളക്കി ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഈ അലവാങ്കെല്ലാം തയ്യാറാക്കിയെടുക്കാൻ. ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ചായക്കടിയായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ ഇപ്പോഴൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായി. ഏതാണ്ട് മഷിയിട്ട് നോക്കണമെന്നൊക്കെ പറയുന്നത് പോലെ ഇതൊന്നും കാണാനേ കിട്ടാറില്ല. അപ്പോൾ അലവാങ്കി കാണുന്ന പോലെ എല്ലാ വർഷവും ഒരുപോലെ ചുവന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് കോരി മാറ്റാം. പിന്നെ ഇപ്പം അതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.